നമസ്കാരം. ഇസ്രയേലിന് കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഇറാന്റെ മിസൈൽ സേന സുസജ്ജമാണെന്നും ശത്രുക്കൾക്കായി വലിയ അത്ഭുതങ്ങൾ കാത്തുവച്ചിട്ടുണ്ടെന്നും പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവ് അലി മുഹമ്മദ് നൈനി കൊല്ലപ്പെട്ടു. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് വെള്ളിയാഴ്ച പുലർച്ചെ നടത്തിയ സംയുക്ത വ്യോമാക്രമണത്തിലാണ് ബ്രിഗേഡിയർ ജനറൽ റാങ്കിലുള്ള നൈനി കൊല്ലപ്പെട്ടത്. ഇറാന്റെ മിസൈൽ ഉൽപ്പാദനം യുദ്ധകാലത്തും തടസ്സമില്ലാതെ തുടരുകയാണെന്നും മിസൈൽ ശേഖരത്തിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും നൈനി നേരത്തെ വാർത്താ ഏജൻസിയായ ഫാർസിയോട് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ മിസൈൽ വ്യവസായത്തിന് 100-ൽ 100 മാർക്ക് നൽകാം. ശത്രുക്കൾക്കായി വലിയ സർപ്രൈസുകൾ വരാനിരിക്കുന്നതേയുള്ളൂ. യുദ്ധം മുറുകുന്നതോടെ ഇത് കൂടുതൽ സങ്കീർണവും തീവ്രവുമാകും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇറാന്റെ പക്കൽ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള ശേഷിയില്ലെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാദത്തെ അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾക്കകം തന്നെ നൈനി കൊല്ലപ്പെട്ട വിവരം ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അമേരിക്കൻ സയനിസ്റ്റ് ഭീകരാക്രമണത്തിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചതായി റവല്യൂഷണറി ഗാർഡ് പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാന്റെ മിസൈൽ ഉൽപ്പാദന ശേഷി തകർത്തെന്ന ഇസ്രായേലിന്റെ അവകാശവാദം കൊല്ലപ്പെട്ടതിന് മുൻപ് നൈനി തള്ളിക്കളഞ്ഞിരുന്നു. ഇറാൻ ഇപ്പോഴും ശക്തമായി മിസൈലുകൾ നിർമ്മിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കൻ കപ്പലുകളെ പേർഷ്യൻ ഗൾഫിലേക്ക് അയക്കാൻ ധൈര്യമുണ്ടോ എന്ന് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് നൈനി ആക്രമിക്കപ്പെട്ടത്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ച ശേഷം ഇറാൻ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിൽ കൊല്ലപ്പെട്ട ഉന്നതരുടെ ശ്രേണിയിൽ ഒടുവിലത്തെയാളാണ് നൈനി. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഇറാന്റെ ഉന്നത സൈനിക രാഷ്ട്രീയ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ഇസ്രയേലും അമേരിക്കയും കടുത്ത ആക്രമണമാണ് നടത്തുന്നത്. ഫെബ്രുവരി 28-ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി എസ്മായിൽ ഖതീബ്, സുരക്ഷാ മേധാവി അലി ലാരിജാനി, ബസിദ് സേന കമാൻഡർ ഗുലാം റൈസ സുലൈമാനി തുടങ്ങിയ പ്രമുഖരും വധിക്കപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വക്താവായ അലി മുഹമ്മദ് നൈനിയും കൊല്ലപ്പെടുന്നത്. ഇതോടെ ഇറാന്റെ കമാൻഡ് ഘടന പൂർണ്ണമായി തകർന്ന നിലയിലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പുലർച്ചെ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിലാണ് നൈനി കൊല്ലപ്പെടുന്നത്. യുഎസിനും ഇസ്രായേലിനുമെതിരെയുള്ള നൈനിയുടെ പരാമർശങ്ങൾ മാധ്യമങ്ങളിൽ വന്ന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് നൈനി കൊല്ലപ്പെട്ടെന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടെ ഇറാനുമായിട്ടുള്ള സംഘർഷത്തിലേക്ക് യുഎസിനെ ഇസ്രായേൽ കൊണ്ടുവന്നുവെന്ന ആരോപണങ്ങൾ നിഷേധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നു. ഡൊണാൾഡ് ട്രംപിനോട് ആർക്കെങ്കിലും എന്ത് ചെയ്യണമെന്ന് പറയാൻ കഴിയുമോ എന്നും നെതന്യാഹു ചോദിച്ചു. ഇറാൻ സംഘർഷം ജനങ്ങൾ കരുതുന്നതിലും വേഗം അവസാനിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഹോർമുസ് അടയ്ക്കാനുള്ള ഇറാന്റെ ഏതൊരു ശ്രമവും പരാജയപ്പെടുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഹോർമുസ് അടയ്ക്കണമെന്ന് പറഞ്ഞ് ഇറാൻ ലോകത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് വില പോകില്ലെന്നും നെതന്യാഹു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇറാൻ വീഴ്ചയിലേക്കാണെന്നും അതിന്റെ നിരവധി ലക്ഷണങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടെന്നും നെതന്യാഹു അഭിപ്രായപ്പെട്ടു. അതേസമയം കടലിലുള്ള ഇറാൻ കപ്പലുകളിലെ എണ്ണയുടെ മേലുള്ള ഉപരോധം ഉടൻ നീക്കം ചെയ്തേക്കുമെന്ന് യുഎസ് വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതിനെ തുടർന്ന് എണ്ണവില വർദ്ധിക്കുന്നത് തടയാനാണ് യുഎസിന്റെ ശ്രമം. വരും ദിവസങ്ങളിൽ നിലവിൽ കടലിലുള്ള ഇറാനിയൻ എണ്ണയുടെ മേലുള്ള ഉപരോധം നീക്കിയേക്കാം. ഏകദേശം 14 കോടി ബാരലുകൾ ഉണ്ടെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. ഇറാന്റെ ഡ്രോണുകൾ മിന അൽ അഹമ്മദി എണ്ണ റിഫൈനറി വീണ്ടും ആക്രമിച്ചത് കുവൈത്ത് വ്യക്തമാക്കി. നിരവധി യൂണിറ്റുകളിൽ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. ആക്രമണത്തിൽ ആളഭയമില്ല. തീ നിയന്ത്രണ വിധേയമാക്കാനും ശ്രമം തുടരുകയാണ്. അതേസമയം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ മന്ത്രി ഇസ്മായിൽ ഖതീബിന്റെ വിയോഗത്തിൽ ഇറാൻ പരമോന്നത നേതാവ് അനുശോചന സന്ദേശം അറിയിച്ചു. തസ്നീം വാർത്താ ഏജൻസി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഖതീബിനെ കഠിനാധ്വാനിയായ രഹസ്യാന്വേഷണ മന്ത്രി എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അനുശോചനം അറിയിച്ചിരിക്കുന്നത്. തസ്നീം വാർത്താ ഏജൻസി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്.